നാളുകളായി കുടിവെള്ളമില്ലാതെ വലയുകയാണ് പത്തനംതിട്ട നാരങ്ങാനത്തുകാർ. ജൽജീവൻ മിഷനു വേണ്ടി പഴയ പൈപ്പുകൾ പൊളിച്ചതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണം. ജൽജീവൻ മിഷൻ പദ്ധതിക്കിറക്കിയ പൈപ്പുകളാകട്ടെ കാട് മൂടി തുടങ്ങി. പത്തനംതിട്ട നാരങ്ങാനം നിരവത്ത് സ്വദേശിനി രമ വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത് ഈ പടി മുഴുവൻ കയറിയിറങ്ങിയാണ്. വർഷങ്ങളായുള്ള ഇവരുടെ ജീവിതം ഇങ്ങനെ തന്നെ. പണം കൊടുത്തു വാങ്ങുന്ന വെള്ളം വീടിന് താഴെയുള്ള റോഡിലെത്തും. പ്രായം തളർത്തുന്ന അവശതയിലും ഇത് ചുമന്ന് മുകളിലെത്തിക്കണം. 80 അടി ഉയരം അത്ര ഉയരം വരേക്ക് കയറി പോകാനുള്ള ബുദ്ധിമുട്ടും 850 രൂപയിൽ 50 രൂപ കുറഞ്ഞാൽ ആ വ്യക്തി അസഭ്യ വാക്കുകളാണ് സംസാരിക്കുന്നത്. മാനസികാവസ്ഥയുണ്ട്. കാരണം 50 രൂപ കുറഞ്ഞു പോയാൽ ഭീഷണിയുടെ സ്വരത്തില്ല. നിങ്ങൾക്കറിയത്തില്ലായിരുന്നു, വഴുത്താനത്ത് 5 വീടുണ്ട്, ആ 5 വീട്ടിൽ പൈപ്പിടാൻ വരുമ്പോൾ നിങ്ങൾക്കും തരാം, അല്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് വന്ന് പൈപ്പ് ഇട്ട് തരുമ്പം പൈസ ഒരുപാടാകും, അത് നിങ്ങൾ പരാതിയായിട്ട് കൊടുക്കുവാണെങ്കിൽ ഞങ്ങളുടെ ജോലിയെ ബാധിക്കും, ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിലെ ജോലിക്കാരാണ്, നിങ്ങൾ അവിടെ ചെന്നെന്തോ പറഞ്ഞാലും ഒന്നും നടക്കത്തില്ല. ജൽജീവൻ മിഷന് വേണ്ടി മുൻപുണ്ടായിരുന്ന പൈപ്പ് ലൈൻ പൊളിച്ചതോടെയാണ് നാരങ്ങാനം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. ഗൗരവതരമെന്ന് പറയട്ടെ, ഈ പൈപ്പ് കണക്ഷൻ കൊടുത്ത പല ഭാഗങ്ങളിലും പൈപ്പുകൾ പൊട്ടി നിരന്തരം വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിലവാരം കുറഞ്ഞ പൈപ്പുകളാണ് പലയിടത്തും വിട്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അധികാരികൾ വെള്ളം ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി വെള്ളം ലഭിക്കുന്നില്ലെങ്കിലും ബില്ല് വരാറുണ്ടെന്ന് ചിലർ പറയുന്നു. ടെൻഡർ എടുക്കാൻ ആളില്ലാത്തതിനാലാണ് പണി മുടങ്ങിയതെന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം. അതേസമയം കുടിവെള്ളക്ഷാമം തുടരുന്ന സാഹചര്യത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും തീരുമാനം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.